ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. പാവയ്ക്കയുടെ കയ്പ്പ് പോലും പാവയ്ക്ക കഴിക്കാതിരിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് പാവയ്ക്ക കൊണ്ടാട്ടം. നമ്മളപ്പോൾ വീട്ടിൽ തന്നെ നമുക്കുണ്ടായ കുറച്ച് പാവയ്ക്ക നമ്മൾ കഴുകി വൃത്തിയാക്കി നല്ല എടുത്തിട്ടുണ്ട്. നമ്മളത് കട്ടി കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. നമ്മൾ പാകത്തിന് കട്ടിക്ക് അരിയുക, അല്ലെങ്കിൽ ഒരുപാട് കട്ടി കൂടി പോയാൽ അത് ഉണങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാകും. നമുക്ക് ഇത്രത്തോളം പാവയ്ക്ക നമുക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ആണ് നമ്മൾ പാവയ്ക്ക ഉണങ്ങാനായിട്ട് വെക്കുന്നത്. ഉള്ള ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഇളക്കി എല്ലാ ഭാഗത്തും എത്തിച്ച് യോജിപ്പിച്ച് നമ്മൾ എടുക്കണം. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. കൂടുതലായി പോയിട്ട് ഉണങ്ങുകയാണെങ്കിലും ഉപ്പിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാതെ ഒരു ഇതിൽ പാകത്തിനുള്ള അളവിലേ എടുക്കാമുള്ളൂ. ഉപ്പും ചേർത്ത് നല്ലവണ്ണം കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എല്ലാ ഭാഗത്തും നല്ലപോലെ യോജിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. എല്ലാ ഭാഗത്തും നമ്മൾ യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് നമ്മളിത് ഉണക്കാനായിട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ടെറസിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകളാണ് ഇപ്പോൾ അത്. കുറച്ച് മാവും തെങ്ങും ഒക്കെ ആയിട്ട് നമുക്ക് ടെറസിൻ്റെ മുകളിൽ നോക്കിയാൽ ചുറ്റും നോക്കിയാൽ നല്ല മരങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല ഒരു ആംബിയൻസാണ് നമുക്ക് മുകളിൽ നിന്ന്. വെയിലാണെങ്കിലും കുറച്ച് തണലൊക്കെ ഇടയ്ക്ക് പോകുന്ന ഒരു ഇതാണ്. നമ്മൾ തേങ്ങ ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ തേങ്ങ ഉണക്കി ആട്ടിയാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് കുറച്ച് ചേർന്ന് നമ്മളൊരു ചാക്ക് വിരിച്ച് ചാക്കിലാണ് നമ്മൾ പാവയ്ക്ക ഉണക്കാനായിട്ട് ഉണക്കാൻ വയ്ക്കുന്നത്. നമ്മൾ വളരെ കട്ടി കുറച്ച് ചാക്കിൻ്റെ എല്ലാ സൈഡിലേക്കും എത്തിച്ച് നിരത്തി ഇടുകയാണ്. ഒരുപാട് കട്ടിയിൽ വെച്ചാൽ ഉണങ്ങാൻ പാടാണ്. കുറച്ച് വെയിലുണ്ട്, എന്നാലും കട്ടി കുറച്ചിടുന്നത് എല്ലാ ഭാഗത്തും ഉണങ്ങാനായിട്ട് നന്നായിരിക്കും. ഉണങ്ങാൻ വേണ്ടി നമ്മൾ വളരെ കട്ടി കുറച്ച് നമ്മൾ പാവയ്ക്ക നിരത്തി ചേർക്കുകയാണ്. നിരത്തി വെച്ച് നല്ല അകത്തി ഒക്കെ നോക്കുന്ന മാക്സിമം ഡിസ്റ്റൻസിൽ ഓരോ പാവയ്ക്കയും കീപ്പ് ചെയ്യാൻ പാകത്തിന് നമ്മൾ മാക്സിമം അകത്തി ചേർത്താണ് പാവയ്ക്ക വയ്ക്കുന്നത്. നമ്മൾ പാവയ്ക്ക ഉണക്കാനായിട്ട് വയ്ക്കുകയാണ്. നമ്മൾ ഈ പാവയ്ക്ക നല്ല രീതിയിൽ വെയിൽ കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന നല്ല കേടുകൂടാതെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇത് രണ്ടാം ദിവസത്തെ ഒരു കാഴ്ചയാണ്. ഉണങ്ങി ചുങ്ങി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പാവയ്ക്ക. ഇങ്ങനെ ആയിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി ഉണങ്ങാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാം ദിവസത്തെ വെയിൽ കൊള്ളിച്ച് നമ്മൾ രണ്ടാം ദിവസം വെയിലത്ത് വയ്ക്കുകയാണ്. വെയിലത്ത് വെച്ചതാ വൈകുന്നേരം ആയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ പാവയ്ക്ക എങ്ങനെയുണ്ടെന്ന് നോക്കുകയാണ്. നല്ല രീതിക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉണങ്ങിയ പാവയ്ക്ക എല്ലാം ഉണങ്ങി നമുക്കിങ്ങനെ കൂട്ടി പിടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സൗണ്ട് കേൾക്കും. നമുക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും പാവയ്ക്ക എത്രത്തോളം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെന്ന്. ഇനി നമുക്കിതൊരു നല്ല എയർ ടൈറ്റായിട്ടുള്ളൊരു ബോക്സിൽ നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് നോക്കാം. നമുക്ക് കുറച്ച് നാളത്തേക്ക്, നമുക്ക് ഒരുപാടൊന്നുമില്ല എന്നാൽ പോലും കുറച്ച് നാളത്തേക്കുള്ള ഒരു സൂക്ഷിപ്പായിട്ട് നമുക്കിത് എടുത്ത് വയ്ക്കാവുന്നതാണ്. എയർ കയറാതെ നമ്മൾ നല്ല എയർ ടൈറ്റായിട്ടുള്ളൊരു ബോക്സിൽ അടച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് എണ്ണയിൽ വറുത്ത് നമുക്ക് യോജിപ്പിച്ച് ചേർത്ത് നമുക്ക് ആവശ്യത്തിന് കഴിച്ചെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹാപ്പി ഡേയ്സ്.